പ്രൈസ് ദി ലോർഡ്. ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്കിന്ന് രാവിലെ സമയം കർത്തൃസന്നിധിയിൽ വിവിധ സ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം ഒരുക്കി തന്ന ഈ വിലപ്പെട്ട സമയത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിത്യസ്നേഹത്താൽ നമ്മളെ സ്നേഹിച്ച ആടുകളുടെ വലിയിടയനായ കർത്താവ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അവിടുത്തെ ചിറകടിയിൽ നമ്മളെ ഭദ്രമായി സൂക്ഷിക്കുകയും നമുക്ക് ആവശ്യമുള്ള നന്മകളും അനുഗ്രഹങ്ങളും നൽകി വിശ്വാസവും പ്രത്യാശയും നമ്മെ സഹായിക്കുകയും ചെയ്തുകൊണ്ടിരുന്നതിനെ ഓർത്തുകൊണ്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുവാൻ നമുക്ക് ഈ രാവിലെ സമയം ദൈവം സഹായിക്കുന്നതിനാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ ഈ സഭായോഗം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മറക്കാനാകാത്ത അനുഭവമായി തീരേണ്ടതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സർവോപരി സർവശക്തനായ ദൈവത്തിൻ്റെ നാമം ഇന്ന് പകൽക്കാലം നമ്മളിലൂടെ മഹിമപ്പെടുവാൻ ഇടയാകട്ടെ. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. നമ്മുടെ കർത്താവിനോട് നമുക്ക് മുട്ടിപ്പായി പ്രാർത്ഥിക്കാം. ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന കരുണയുള്ള ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, മനോഹരമായ രാവിലെ സമയം അവിടുത്തെ രക്തത്തിന്റെ വിലയാകുന്ന ഞങ്ങൾക്ക് അവിടുത്തെ സന്നിധാനത്തിൽ കടന്നു വന്ന് അങ്ങയുടെ നാമത്തെ ആരാധിപ്പാൻ കൊണ്ട് ഞങ്ങളെ സഹായിച്ച കരുണയ്ക്കായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. നിത്യസ്നേഹത്താൽ ഞങ്ങളെ സ്നേഹിച്ച് അവിടുത്തെ പുത്രനോട് ഞങ്ങളെ വീണ്ടെടുത്ത് അവിടുത്തെ മക്കൾ എന്നുള്ള വലിയ പദവി ഞങ്ങൾക്ക് നൽകി തന്ന് പിതാവേ, ഞങ്ങളെ സ്നേഹിച്ച നിത്യസ്നേഹത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾ വന്ന് പാർക്കുന്ന ഈ പട്ടണത്തിന്റെ പല ഭാഗങ്ങളിൽ ഭയങ്കരമായ സംഭവങ്ങൾ, പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ ഒക്കെ കർത്താവെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അനർത്ഥങ്ങളൊന്നും വ്യസന കാരണമായി തീരാതെ ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിച്ചു. ഞങ്ങൾക്ക് ആവശ്യമുള്ള ശരീരസുഖം, മനസമാധാനം എല്ലാം നൽകി തന്ന് ഞങ്ങളുടെ കർത്താവ് ഞങ്ങളെ പരിപാലിച്ചുകൊണ്ടിരുന്ന നിസ്തുല്യ സ്നേഹത്തിനാണ് ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ ദൈവത്തെ ആരാധിച്ചതുപോലെ ഞങ്ങൾക്ക് ഇന്ന് രാവിലെ സമയം ദൈവത്തെ ആരാധിക്കുവാൻ, ആത്മാവിലും സത്യത്തിലും ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ കർത്താവെ ഞങ്ങൾക്ക് നൽകി തന്ന വിലപ്പെട്ട സമയത്തിനാടും സ്തുതിക്കുന്നു. പകൽക്കാലം ഇവിടുത്തെ സന്നിധിയിലായിരിക്കുന്ന മക്കളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ക്ഷീണിതരെ കർത്താവ് ബലപ്പെടുത്തണമേ. ഭാരമുള്ളവരെ ആശ്വസിപ്പിക്കണമേ. കഷ്ടങ്ങളും സങ്കടങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന അതിന്റെ മക്കൾക്ക് വലിയൊരു വിടുതലും ഉദ്ധാരണവും ഈ പകൽക്കാല കർത്താവ് നൽകണമേ. ആരാധിക്കുന്നതിന്റെ ജനത്തിന് കർത്താവെ അത് അനുഗ്രഹവും സന്തോഷവുമായി തീരുവാനക്കും ഇടയാക്കി തീർക്കണമേ. കർത്താവെ, ഇന്ന് പകൽക്കാലം ഇവിടെ നടക്കേണ്ട എല്ലാ ശുശ്രൂഷകളും ഞങ്ങളുടെ കർത്താവിന്റെ നാമത്തിന്റെ മഹിമയ്ക്ക് കാരണമായി തീരുവാനും അത് നിമിത്തം ഞങ്ങൾ അനുഗ്രഹീതരായി തീരുവാനും കർത്താവ് കൃപ ചെയ്താട്ട് അവിടുത്തെ സന്നിധാനത്തിൽ ഞങ്ങളെ മുറ്റുമായി സമർപ്പിക്കുന്നു. കുറവുകളും ബലഹീനം ഞങ്ങളോട് ക്ഷമിക്കണമേ. കർത്താവിന്റെ രക്തത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. അവിടുന്ന് ഞങ്ങളുടെ മധ്യത്തിലൂടെ വിലാവിക്കൊണ്ടിരിക്കുന്നത് കൂടെ സ്തോത്രം ചെയ്യുന്നു. തിരുനാമത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. സകലതും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ സ്വർഗ്ഗസ്ഥ പിതാവേ. ആമേൻ, ആമേൻ. കർത്താവിന്റെ വിലയേറിയ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് ഈ പകൽക്കാലം വളരെ ഏകാഗ്രതയോടും ഒരു മനസ്സോടും കൂടെ തുടർന്നുള്ള സമയങ്ങൾ പാട്ട് പാടി കർത്താവിനെ ആരാധിപ്പാനുള്ള സമയമാണ്. ഞാൻ പാടും, ഞാൻ കീർത്തനം ചെയ്യുമെന്ന് സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ ദൈവം നമുക്ക് ചെയ്ത സകല നന്മകളെയും ഉപകാരങ്ങളെയും ഓർത്ത് ഹൃദയത്തിൽ ധ്യാനിച്ച് നന്ദിയുള്ള ഹൃദയത്തോടുകൂടെ നമ്മുടെ കർത്താവിനെ നമുക്ക് പാടി ആരാധിക്കാം. സ്വർഗീയ പിതാവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടി ദൈവസന്നിധിയിൽ കടന്നു വരുവാനും നമുക്ക് നമ്മുടെ ദൈവത്തെ ആരാധിക്കുവാൻ ഒരവസരം കൂടി നമുക്ക് ദൈവം തന്നിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയുടെ ദിനങ്ങളിലൊക്കെയും നാം ആയിരുന്ന ഇടങ്ങളിൽ വലിയവനായ ദൈവം നമ്മളെ പരിപാലിക്കുകയും സൂക്ഷിക്കുകയും ചെയ്തോർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ പരിശോധനകളൊക്കെയും കടന്നു വരുമ്പോൾ ഹല്ലേലൂയ നാം പതറിപ്പോകാതെ നമുക്ക് ആശ്രയിക്കാനുള്ള ഏക ഒരു ദൈവം നമ്മുടെ കർത്താവാണ്. ഹല്ലേലൂയ. അതിനാൽ നമുക്ക് എല്ലാവർക്കും ചേർന്ന് വരുവിൻ, യേശുവിന്റെ അരികിൽ വരുവിൻ, അവൻ എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ എന്നുള്ള പാട്ട് നമുക്ക് ചേർന്ന് പാടി നമ്മുടെ ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ. യേശുവിനരികിൽ എത്ര നല്ലവൻ താൻ രുചിച്ചറിയും. വരുവിൻ യേശുവിനരികിൽ എത്ര നല്ലവൻ താൻ രുചിച്ചറിയും. വരുവിൻ കൃപകൾ പൊഴിയും കുരിശിനരികിൽ. വരുവിൻ കൃപകൾ പൊഴിയും കുരിശിനരികിൽ. വരുവിൻ യേശുവിനരികിൽ എത്ര നല്ലവൻ താൻ
ബലഹീനതയിൽ കവിയും ഉപമതിയെന്നാശ്രയിച്ചിടുവിൻ. ബലഹീനതയിൽ കവിയും ഉപമതിയെന്നാശ്രയിച്ചിടുവിൻ. വിരവിൽ വിരകൾ വീഴും സകലവും ശുഭമാ. വിരവിൽ വിരകൾ വീഴും സകലവും ശുഭമാ. വരുവിൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ തുതിച്ചറിവിൽ. വരുവിൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ തുതിച്ചറിവിൽ. സ്നേഹിതരേവരും എളിഞ്ഞ അതു യേശുവിനോടു നീ പറഞ്ഞ. സ്നേഹിതരേവരും എളിഞ്ഞ അതു യേശുവിനോടു നീ പറഞ്ഞ. സ്നേഹിതരില്ലാ കുരിശിൽ പെട്ടപാടുകളേഴുന്ന കരത്ത. സ്നേഹിതരില്ലാ കുരിശിൽ പെട്ടപാടുകളേഴുന്ന കരത്ത. നന്നായി നടക്കും വീട്ടിൽ ചേരും വരെയും. നന്നായി നടക്കും വീട്ടിൽ ചേരും വരെയും. വരുവിൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ തുതിച്ചറിവിൽ. വരുവിൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ തുതിച്ചറിവിൽ. ഒരു നാൾ നശ്വരലോകം വിട്ടുപിരിയും നാമതിവേഗം. ഒരു നാൾ നശ്വരലോകം വിട്ടുപിരിയും നാമതിവേഗം. അങ്ങേ കരയിൽ നിന്നും നാം നേടിയതെന്തെന്നറിയും. അങ്ങേ കരയിൽ നിന്നും നാം നേടിയതെന്തെന്നറിയും. ലോകം വെറുത്തോടില്ല നാം അന്നാളറിയും. ലോകം വെറുത്തോടില്ല നാം അന്നാളറിയും. വരുവിൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ തുതിച്ചറിവിൽ. വരുവിൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ തുതിച്ചറിവിൽ. വരുവിൻ കൃപകൾ പൊഴിയും കുരിശിനരികിൽ. വരുവിൻ കൃപകൾ പൊഴിയും കുരിശിനരികിൽ. വരുവിൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ തുതിച്ചറിവിൽ. വരുവിൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ തുതിച്ചറിവിൽ. വരുവിൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ തുതിച്ചറിവിൽ. പ്രൈസ് ദി ലോർഡ്. നല്ല പാട്ടുകൾ പാടി നമ്മുടെ കർത്താവിന്റെ പുണ്യനാമത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമ്മളെ സഹായിച്ചുകൊണ്ടിരുന്നതിനാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ സഭായോഗത്തിൽ വിവിധ സ്ഥാനങ്ങളിൽ ദൈവസന്നിധിയിലായിരിക്കുന്ന വത്സല്യ സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, മാതാപിതാക്കൾ, നിങ്ങൾക്ക് എല്ലാവർക്കും നിസ്തുലനായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിലുള്ള വന്ദനങ്ങളെ അറിയിക്കുന്നു. ഇതുവരെയും നമ്മളെ അത്ഭുതകരമായി ഈ പട്ടണത്തിൽ പരിപാലിക്കുകയും നമുക്ക് ആവശ്യമുള്ള ശാരീരിക സുഖവും ആത്മീയ അനുഗ്രഹങ്ങളും ഭൗതികമായ നന്മകളും എല്ലാം നൽകി തന്ന് നമ്മുടെ കർത്താവ് നമ്മളെ പോറ്റുകയും പുലർത്തുകയും ചെയ്തു. ദൈവസന്നിധിയിൽ ഒരിക്കൽ കൂടെ നമ്മെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ കർത്താവിനോട് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ദൈവം നമ്മളെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. നാം എല്ലാവരും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രാരംഭമായിട്ട് ജെയ്സി ജെയിംസും അതിനുശേഷമായിട്ട് പ്രിയപ്പെട്ട തോമാച്ചായൻ എ തോമസ് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കുന്നതാണ്. നമുക്കൊരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. സ്നേഹവാനായ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല കർത്താവേ, രാവിലെ സമയത്തിനായി നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, സംഭവമൂലമാകുന്ന കർത്താവേ, ഒരാഴ്ചവട്ട കാലം ഞങ്ങളെ വിട്ട് കടന്നുപോയി. ഞങ്ങളായിരുന്ന സ്ഥാനങ്ങളിൽ അങ്ങ് ഞങ്ങളെ പരിപാലിച്ചു. ഞങ്ങളുടെ ജോലി കാര്യങ്ങളിലെ പോക്കില് വരവില് എൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം കൃപയും അടിയങ്ങളോട് കൂടെയിരുന്നു വഴി നടത്തിയ അവിടുത്തെ വിധങ്ങൾക്കായി നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവേ, ഹല്ലേലൂയ.
അനേകായിരങ്ങൾ ഈ ലോകത്തിൽ കർത്താവെ ഹാലലിയ പൊടുന്നനെ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളെയും കർത്താവ് സൂക്ഷിച്ചു വഴി നടത്തുന്ന അവിടുത്തെ ദയക്കായി കരുണകൾക്കായി നന്ദിയോടങ്ങയെ സ്തുതിക്കുന്നു കർത്താവെ. ഇതിനൊന്നും യോഗ്യരല്ലായിരുന്ന സ്ഥാനത്ത് ഞങ്ങളെ യോഗ്യരാക്കി തീർത്ത അവിടുത്തെ രക്തത്തിൻ്റെ കർത്താവെ കൃപകൾക്കായി നന്ദിയോടങ്ങയെ വാഴ്ത്തുന്നു സ്തുതിക്കുന്നു കർത്താവെ ഹല്ലേലൂയ. ഈ പകൽക്കാലം കർത്താവിൻ്റെ കരങ്ങളിൽ ഞങ്ങളെ ഓരോരുത്തരെയും ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് കർത്താവിനെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും കർത്താവ് ഞങ്ങൾക്ക് തന്ന അവസരത്തിനായി സ്തോത്രം കർത്താവെ. ഇന്ന് പകൽക്കാലം നിന്റെ ഹല്ലേലൂയ കർത്താവെ പാടുവാൻ നിന്റെ കുഞ്ഞുങ്ങളെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം കർത്താവെ ഹല്ലേലൂയ. വചനത്തിൽ നിന്ന് കർത്താവെ ഹല്ലേലൂയ നിന്റെ ദാസന്മാർ ഇടപെട്ടുകൊണ്ട് കർത്താവെ അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഒരു മന്നയായി തീരുവാൻ തക്കവണ്ണം കർത്താവ് ഒരാഴ്ചക്കാലം ജീവിപ്പാനുള്ള കർത്താവെ മന്ന പ്രാപിച്ചെടുപ്പാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയിൽ കടന്നു വരുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. രോഗികളായി ഭാരപ്പെടുന്നവരെ കർത്താവ്, ശാരീരിക സൗഖ്യമില്ലാതിരിക്കുന്നവരെ, സാമ്പത്തിക ക്ലേശങ്ങളാൽ ഭാരപ്പെടുന്നവരെ സകലരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവ് ഒന്നിനും കുറവില്ലാത്ത സ്വർഗത്തിൻ്റെ ഭണ്ഡാരം ഇന്ന് പകൽക്കാലം അവരുടെ ജീവിതത്തിന്മേൽ തുറന്ന് സ്വർഗം അവരെ അവിടുന്ന് വിടുവിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകണമെന്ന് അവിടുത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ വിദൂരതയിലായിരിക്കും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവരെ അവിടുത്തെ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ കാത്തുകൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു അനർത്ഥവും ആപത്തും ആരുടെയും ജീവിതത്തിൽ കടന്നു വരാതെ വണ്ണം കർത്താവിൻ്റെ തങ്കച്ചിറകിൻ്റെ മറവിൽ അവിടുന്ന് മറച്ചുകൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ. ഇനിയും പാടുവാനുള്ള കുഞ്ഞുങ്ങളെ ബലപ്പെടുത്തുമാറാകണമേ, പ്രാർത്ഥിപ്പാനുള്ള കുഞ്ഞുങ്ങളെ ബലപ്പെടുത്തുമാറാകണമേ. ഈ പകൽക്കാലം കർത്താവെ ഞങ്ങൾ ഹല്ലേലൂയ അവിടെകളിൽ ഇരുന്നു കൊണ്ട് കർത്താവിനെ സ്തുതിക്കുമ്പോൾ അത് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ, ഞങ്ങളുടെ ജീവിതത്തിലെ വിടുതലായി തീരുവാൻ അവിടുന്ന് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ. ഈ പകൽക്കാലം കർത്താവെ അങ്ങയുടെ കരങ്ങളിൽ ഒരു പ്രാവശ്യം കൂടി ഞങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്ന കർത്താവെ, അല്പസമയം കൂടി നിന്റെ പാദമെടുത്ത് ഞങ്ങൾ ഇരിക്കുമ്പോൾ അത് ഏറ്റവും കൃപയോടെ ആയിരിക്കാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ നേഴ്സ് കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം കർത്താവെ. അവരുടെ പ്രാർത്ഥനയിൽ കർത്താവെ ഹല്ലേലൂയ അവരുടെ ജോലി കാര്യങ്ങളിലെ പോക്കിലെ വരവിലെല്ലാം ദൈവ സാന്നിധ്യം ഉണ്ടാകണമേ. ഞങ്ങൾ കൂടി വരുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം കർത്താവെ നീ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ. അല്പസമയം നാഥാ നിന്റെ പാദപീഠത്തിൽ ഇരിക്കട്ടെ, ഏറിയ കൃപയോടെ ഇരിപ്പാൻ സഹായിക്കണം, നന്മകളാൽ നിറയ്ക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗീയപിതാവേ, അവിടുത്തെ പിന്നെ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ സഭയിലും അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾക്ക് കടന്നു വന്ന് അങ്ങേ സ്തുതിപ്പാൻ ആരാധിപ്പാൻ കണ്ണുകൊണ്ട് ഞങ്ങൾക്ക് നൽകിയതായ ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ലോകം മുഴുവനും ആ രോഗപീഡയാൽ വിഷമിച്ചുകൊണ്ടിരിക്കുന്നതായ സമയത്ത് ഇളയൊരു സഭയായി അവിടുന്ന് പരിപാലിക്കുന്നു വഴി നടത്തുന്ന കൃപയ്ക്കായി സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞങ്ങളുടെ സഭാ മെമ്പേഴ്സിനെ എല്ലാം അവിടുന്ന് പരിപാലിക്കുന്നു, സൂക്ഷിക്കുന്നു. അവിടുത്തെ ചെറിയ മറച്ചുകൊള്ളുന്നതിനായി സ്തോത്രം ചെയ്യുന്നു സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അവിടുത്തെ കൃപയ്ക്കായി സ്തോത്രം, അവിടുത്തെ കരുണയ്ക്കായി സ്തോത്രം. കർത്താവേ, വരി മുൻപിൽ വന്നാലും ചെങ്കടൽ മുൻപിലായാലും ഇരുപുറത്തും പർവ്വതങ്ങളായാലും അതിന് ബന്ധത്തിൽ ഞങ്ങളെ വിടുവിക്കുന്നു, ഞങ്ങളെ രക്ഷിക്കുന്നു, ഞങ്ങളെ പരിപാലിക്കുന്ന കർത്താവെ, ഉണങ്ങിയ നിലത്തോട് അപ്പുറം കടത്തുന്നതായ ഞങ്ങളുടെ നല്ല ദൈവത്തിനായി സ്തോത്രം. അവിടുത്തെ കരുണയ്ക്കായി സ്തോത്രം, അവിടുത്തെ കൃപയ്ക്കായി സ്തോത്രം. പാസ്താവിനായിട്ട് പ്രാർത്ഥിക്കുന്നു, സഭാംഗങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. അവരുടെ വിശ്വാസത്തിൽ മുൻപേറുവാൻ തക്കവണ്ണം അവിടുത്തെ വരവ് അടുത്തിരിക്കുന്നതായ സമയത്ത് കർത്താവെ അങ്ങേ എതിരേൽപ്പാൻ ഞങ്ങൾ ഒരുക്കമുള്ളവരായിരിക്കാൻ തക്കവണ്ണം ബുദ്ധിയുള്ള കന്യകമാരെ പോലെ നിങ്ങളുടെ വിളക്കുകളിൽ എണ്ണ നിറച്ച് കൂടപാത്രത്തിൽ എണ്ണയുള്ളവരായിരിക്കാൻ തക്കവണ്ണം അവിടുന്ന് കൃപ ചെയ്യണമെന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വരവേറ്റവും അടുത്തിരിക്കുന്നുവെന്ന് കർത്താവെ സംഭവങ്ങൾ അറിയിക്കുന്നു. ആ യഹൂദന്മാരെ കുറിച്ചുള്ളതായ അടയാളത്തിൽ അവർ തളർത്തു, അവരെ കത്തി തളർത്തുന്നത് പോലെ ഒരു തളർത്ത് കഴിഞ്ഞിരിക്കുന്നു. അവരുടെ മിശിഹായിലേക്ക് അവർ നോക്കുവാൻ തക്കവണ്ണം അവർ തയ്യാറായിരിക്കുന്നു. കർത്താവെ, സമയത്ത് അവിടുന്ന് വരുന്നു എന്നുള്ളതായ ആ പ്രത്യാശ ഞങ്ങൾ പുതുക്കി പ്രത്യാശയോടുകൂടെ വിശ്വാസത്തോടുകൂടെ നിൽക്കാൻ തക്കണം വിശുദ്ധിയെ തികച്ച് ഈ പാറിൻ്റെ കടുഞ്ഞാൽ കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയ്ക്കായി സ്തോത്രം, കരുണയ്ക്കായിട്ട് സ്തോത്രം. അവിടുന്ന് വരുന്നതായ സമയങ്ങൾ പ്രത്യാശയോടുകൂടെ വിശുദ്ധിയോടുകൂടെ നിങ്ങളുള്ളതായ ശരണത്തിൽ ജീവിപ്പാൻ
ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ ചെയ്യണമേ, സഹായിക്കണമേ. ഇന്ന് ആവശ്യമായ മെസ്സേജസുകൾ ഞങ്ങൾക്ക് നൽകുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേ, സഹായിക്കണമേ. അവിടുത്തെ കരുണയ്ക്കായി സ്തോത്രം, നല്ല സാക്ഷ്യങ്ങൾക്കായി സ്തോത്രം, അവിടുന്ന് പ്രവർത്തിക്കുന്ന വലിയ കൃപകൾക്കായി സ്തോത്രം, അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനത്തിനായ സ്തോത്രം. ആശ്വാസപ്രദനായ ഞങ്ങളുടെ കർത്താവിൻ്റെ ആശ്വാസം സന്തോഷവും സഹിച്ചു ഈ പാനുകൾ കൃപ ചെയ്യണം. തുടർന്ന് അവിടുത്തെ ഒരുവരെ ഞങ്ങൾ കർത്താവെ പ്രത്യാശയോടുകൂടെ ഈ പാൻ കൃപ ചെയ്യണമെന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ഒരു അടുത്തിരിക്കുന്ന സമയത്ത് അടുത്തവരെങ്കിൽ ഞങ്ങൾ അടുത്തുള്ളപ്പെടുവാൻ തക്കവണ്ണം അവിടുന്ന് കൃപ ചെയ്യുന്നതിനായി സ്തോത്രം. അവിടുത്തെ കൃപയ്ക്കായി സ്തോത്രം, കരുണയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്ന ഒരുപാട് കേൾക്കണമേ. ദൈവം നല്ലവൻ എന്ന രുചിച്ചറിവീൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ എന്ന് തിരുവെഴുത്തിൽ നാം വായിക്കുന്ന പ്രകാരം തന്നെ നമ്മുടെ ജീവിതയാത്രയിൽ ഓരോ ദിവസവും ദൈവത്തെ നല്ലവനായി തന്നെ നമുക്ക് ഇതുവരെയും രുചിച്ചറിയുവാൻ ദൈവം നമ്മളെ സഹായിച്ചതിനാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു പ്രാവശ്യം കൂടെ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് ക്രൂശിതനായ യേശു ക്രിസ്തുവിനെ മാത്രം ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് ഇനിയുമുള്ള ഒരല്പമായ സമയം ദൈവവചന ധ്യാനത്തിനായി നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. നമ്മുടെ കർത്താവ് തൻ്റെ ആത്മാവിനാൽ തൻ്റെ ദാസന്മാരിലൂടെ നമ്മളോട് സംസാരിക്കുകയും നമുക്ക് ആവശ്യമുള്ള ആലോചനകൾ നൽകി നമ്മളെ ബലപ്പെടുത്തുകയും ചെയ്യുന്നവനാകിയാൽ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരല്പസമയത്തെ ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് ബ്രദർ മാത്യു സി വർഗീസിനെ ഞാൻ ക്ഷണിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിലിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ധന്യനായ ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ഉയർപ്പൻ പൽക്കാലം വീണ്ടും ദൈവസ്ഥനിലേക്ക് കടന്നു വരുവാൻ്റെ കോണം സ്വർഗത്തിലെ ദൈവം നമുക്ക് ഒരുക്കിയ നല്ല സാവകാശത്തെയോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാൻ നമുക്ക് ഒരുമിച്ച് നമ്മുടെ നാമത്തെ ഉയർത്തുവാൻ്റെ കോണം ഇടയായി തീരട്ടെ. യഹോവ ജീവിക്കുന്നു, എൻ്റെ പാറ വാഴ്ത്തപ്പെട്ടവനാകിയാൽ ഈ പകൽക്കാലം വാഴ്ത്തപ്പെട്ടവനായ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി ധൈര്യവും ബലവും പ്രാപിച്ച് ഈ ലോക ജീവിതത്തിൽ വീണ്ടും ശക്തി പ്രാപിപ്പാൻ്റെ കോണം സ്വർഗത്തിലെ ദൈവം ഈ പകൽക്കാലം നമ്മെ ഇടയാക്കുമാറാകട്ടെ. അല്പസമയത്തെ തിരുവചന ചിന്തയ്ക്കായി നമുക്കൊരു തിരുവചന ഭാഗം വായിക്കാം. വിശുദ്ധ തിരുവചനത്തിൽ നിന്ന് അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു: ക്രിസ്തുവിൻ്റെ നല്ല ഭടനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്ക. അപ്പോസ്തലനായ പൗലോസ് വിശ്വാസത്തിൽ നിജപുത്രനായ തിമോത്തിയോസിനെ ധൈര്യപ്പെടുത്തുമ്പോൾ താൻ ഇപ്രകാരം പറയുന്നു: ക്രിസ്തുവിൻ്റെ നല്ല ഭടൻ. തിമോത്തിയോസിനെ കുറിച്ച് പൗലോസിന് പറയുവാനുള്ളത് നീ ക്രിസ്തുവിൻ്റെ ഒരു നല്ല ഭടൻ ആയിരിക്കണമെന്നാണ്. നാം ഈ ലോകത്തിലൊക്കെ നോക്കുമ്പോൾ ഭടന്മാരെ അതാത് ഗവൺമെൻറ് വളരെ നല്ല രീതിയിൽ സംരക്ഷിച്ച് സൂക്ഷിച്ച് പോറ്റി പുലർത്തുന്നത് നമുക്ക് കാണുവാൻ്റെ കോണം ഇടയായിത്തീരും. സൈന്യത്തിൽ നല്ല ഭടന്മാരെയും നമുക്ക് കാണുവാൻ്റെ കോണം ഇടയായിത്തീരും. സ്പെഷ്യൽ കമാൻഡോസ് സൈന്യത്തിൽ നിന്ന് വേർതിരിച്ച് പ്രത്യേക ദൗത്യത്തിനു വേണ്ടി ഓരോ ഗവൺമെൻറ്റും നിയോഗിക്കുക പതിവാണ്. അപ്രകാരം പൗലോസ് തിമോത്തിയോസിനെ കുറിച്ച് വിശേഷിപ്പിക്കുന്നത് നീ ഒരു നല്ല ഭടനായിരിക്കണം. നല്ല ഭടനായെന്ന് താൻ ചെയ്യേണ്ടത് ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കുവാനാണ് താൻ തിമോത്തിയോസിനെ ഉപദേശിക്കുന്നത്. അപ്പോൾ നല്ല ഭടൻ എന്ന് പറയുമ്പോൾ കർത്താവിന് വേണ്ടി വളരെ പ്രയോജനപ്പെടുവാൻ്റെ കോണം തൻ്റെ ജീവിതത്തിനിടയായി തീരണം. അപ്പോസ്തലനായ പൗലോസ് സുവിശേഷ ഘോഷണത്തിൽ ദൈവത്തിന് വേണ്ടി എരിഞ്ഞ് ശോഭിക്കുന്നതായ ഒരു വ്യക്തിയായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ്റെ കോണം ഇടയായിത്തീരുന്നു. താൻ യഥാർത്ഥമായി കർത്താവിനെ അറിയുന്നതിന് മുമ്പ് ക്രിസ്ത്യാനികളെ
പീഡിപ്പിക്കുകയും അവരെ ഉപദ്രവിക്കുകയും ചെയ്യുന്നതായ ഒരു സ്വഭാവം തന്നിലുണ്ടായിരുന്നു. എന്നാൽ യഥാർത്ഥമായി ദൈവസ്നേഹത്തെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ, അഥവാ ക്രിസ്തുവിനാൽ താൻ പിടിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ, ക്രിസ്തുവിന് വേണ്ടി എങ്ങനെയും ഒരു വ്യക്തിയെ നേടണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി പ്രവർത്തിക്കുന്നതായ ഒരു പൗലോസിനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ക്രിസ്തുവിന് വേണ്ടി ഒരു വ്യക്തിയെ നേടുവാൻ്റെ കോണം താൻ വളരെ കഷ്ടങ്ങളും നഷ്ടങ്ങളും ഉപദ്രവങ്ങളും സഹിപ്പാൻ്റെ കോണം ഇടയായി തീർന്നു. അതുകൊണ്ടാണ് താൻ തിമോഥെയോസിനെ ഉപദേശിക്കുന്നത്, നീ നല്ല ഭടനായി ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കണം. ഒരുവൻ ക്രിസ്തുവിലാവുമ്പോൾ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ഒരു ദൈവവേദനായി ഒരു വ്യക്തി ജീവിതം ആരംഭിക്കുമ്പോൾ അന്നു മുതൽ അവനൊരു പടയാളിയാണ്, അഥവാ ഒരു ഭടനാണ്. അതുവരെയും ജീവിച്ചിരുന്ന ആ ജീവിതത്തിൽ നിന്ന് വ്യത്യാസപ്പെട്ട് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയായി ജീവിക്കുമ്പോൾ സാക്ഷാൽ ഒരു ഭടന്റെ ജീവിത രീതിയിലേക്ക് അവൻ കടന്നു വരികയാണ്. ഒരു ഭടനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അവൻ യുദ്ധത്തിൻ്റെ മുഖത്താണ്. ശത്രുവിൻ്റെ സകല ശക്തികളെയും പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു ഭടനിൽ നിക്ഷിപ്തമായിരിക്കുന്നതായ കർത്തവ്യം. അപ്പോൾ ഏത് വിധേനയും ശത്രു സൈന്യത്തെ പരാജയപ്പെടുത്തുവാൻ്റെ കോണം അവൻ എപ്പോഴും ശക്തി ആർജിച്ചവനാണ്. അതുകൊണ്ടാണ് നല്ല ഭടനായി അവനെ തെരഞ്ഞെടുത്ത് വിട്ടിരിക്കുന്നത്. മിലിറ്ററിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നതായ, പട്ടാളത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നതായ ഒരു വ്യക്തി ഒരിക്കൽ പറഞ്ഞത്, ശത്രു സൈന്യത്തിൻ്റെ ആരവം കേൾക്കുമ്പോൾ, അഥവാ ശത്രു സൈന്യത്തിൻ്റെ വെടിയൊച്ച കേൾക്കുമ്പോൾ താൻ അറിയാതെ തന്നെ ഒരു പ്രത്യേക ശക്തിക്ക് നിയോഗിതനായി ആ ശത്രുവിനെ ലക്ഷ്യമാക്കി തൻ്റെയുള്ള ആയുധവും ഉപയോഗിച്ച് അവരെ എങ്ങനെയും നശിപ്പിക്കുവാൻ്റെ കോണം ഒരു പ്രത്യേക ശക്തിക്ക് താൻ അധീരനായി തീരുക പതിവായിരുന്നു എന്നാണ് ആ പട്ടാളക്കാരൻ പറയുവാൻ്റെ കോണം ഇടയായി തീർന്നത്. അപ്പോൾ നല്ല ഭടനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയും ക്രിസ്തുവിന് വേണ്ടി നിലനിൽക്കുക, ക്രിസ്ത്യാനിത്വത്തെ തകർക്കുവാൻ തൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്നതായ ആ ശക്തികളെ എങ്ങനെയും പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു നല്ല ഭടനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിത രീതിയായി അവൻ തെരഞ്ഞെടുത്തിരിക്കുന്നതായ കർത്തവ്യം. അതിൽ ജയിക്കുവാൻ്റെ കോണം താൻ വളരെ താല്പര്യമുള്ളവനാണ്, വളരെ ഉത്സാഹമുള്ളവനാണ്, വളരെ ആത്മാർത്ഥതയോടുകൂടി തൻ്റെ കർത്തവ്യം നിറവേറ്റുവാൻ്റെ കോണം താൻ ആഗ്രഹിക്കുന്നതായ ഒരു വ്യക്തിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ്റെ കോണം ഇടയായിത്തീരുന്നു. അത് ക്രിസ്തുവിലായി കഴിയുമ്പോൾ അവൻ പുതിയ ഒരു സൃഷ്ടിയായി തീരുവാൻ്റെ കോണം ഇടയായിത്തീരുന്നു. ദൈവത്തിന് സ്തോത്രം. നല്ല ഭടന്മാരായി ക്രിസ്തുവിന് വേണ്ടി നിലകൊള്ളുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെക്കുറിച്ചും ആഗ്രഹിക്കുന്നു. ഇസ്രായേൽ രാജ്യത്തിൽ 18 വയസ്സ് തികഞ്ഞു കഴിയുമ്പോൾ അവരൊക്കെയും സൈന്യത്തിൽ ചേരുവാൻ്റെ കോണം ഇടയായിത്തീരും. അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ നിലപാട് അങ്ങനെയാണ്. 18 വയസ്സ് പൂർത്തിയാകുമ്പോൾ സൈന്യത്തിൽ 2 വർഷമെങ്കിലും അവർ സേവനം അനുഷ്ഠിക്കണം. കുറച്ചുനാൾ അതിനു വേണ്ടിയുള്ളതായ പ്രാക്ടീസ് അവർക്ക് ലഭിക്കും. അതിനുശേഷം 2 വർഷം അവർ സൈന്യത്തെ സേവിച്ച് സൈന്യത്തിൽ സേവനം ചെയ്ത് ആ ഗവൺമെൻറ്റിനെ സേവിക്കുന്നതായ രീതി അവിടെ നടപ്പിലുണ്ട്. അതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് അതിനുശേഷം മറ്റ് പഠനത്തിനോ ജോലിക്കോ അവർക്ക് പോകാം, വിരോധമില്ല. ആ രാജ്യം എന്തെങ്കിലും ഒരു യുദ്ധത്തെ നേരിടേണ്ടി വന്നാൽ അവിടെയുള്ള സകല പ്രജകളും യുദ്ധ വീരന്മാരായിട്ട് ഇറങ്ങി നിൽക്കുവാൻ്റെ കോണം ഇടയായിത്തീരും. രാജ്യത്തിൻ്റെ സംരക്ഷകരായി നല്ല ഭടന്മാരായി ഓരോ പൗരനെയും അവർ വളർത്തിയെടുക്കുകയാണ്. കർത്താവായ യേശുവിൻ്റെ സ്നേഹത്താൽ പിടിക്കപ്പെട്ടിരിക്കുന്ന നാം ഓരോരുത്തരും യേശുവിന് വേണ്ടി ദിനംതോറും യുദ്ധം ചെയ്ത് ശത്രുവിന്മേൽ ജയം പ്രാപിപ്പാൻ്റെ കോണം സ്വർഗത്തിലെ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ക്രിസ്തുവിന് വേണ്ടി യുദ്ധം ചെയ്ത്
യഥാർത്ഥ ക്രിസ്ത്യാനിയായി വിജയകരമായ ക്രിസ്ത്യനെ നയിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. പലപ്പോഴും ഈ ലോക ജീവിതത്തിൽ ലോകത്തിൻ്റെതായ പലവിധമായ സാഹചര്യങ്ങൾ ഒരു നല്ല ഭടനെ പരാജയപ്പെടുത്തുവാൻ്റെ കോണം, ഇറങ്ങി പുറപ്പെടുവാൻ്റെ കോണം ഇടയായിത്തീരും. അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിനോട് പറയുമ്പോൾ തിമോത്തിയോസിനെഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യത്തിൽ താൻ ഇപ്രകാരമാണ് പറയുന്നത്: നീയോ അത് വിട്ട് ഓടേണം. അതിനു മുമ്പ് പറഞ്ഞിരിക്കുന്നത് ദ്രവ്യാഗ്രഹം എന്നുള്ളത് സകലവിധ ദോഷത്തിനും കാരണമായി തീരുന്നു. അത് മുഖാന്തരം അനേകരും തങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുത്തി ഈ ലോകത്തിന് അനുരൂപരായി തീർന്നിട്ടുണ്ട്. അപ്പോൾ പൗലോസ് തിമോത്തിയോസിനെ ഉപദേശിക്കുന്നത്, നീയോ ആ ദ്രവ്യാഗ്രഹം എന്നുള്ളതായ ആ ചിന്ത നിന്നെ അലട്ടുവാൻ്റെ കോണം ഇടയായി തീരരുത്. അതിൻ്റെ വിശ്വാസ ജീവിതത്തെ തകർക്കുന്നതായിരിക്കും, നശിപ്പിക്കുന്നതായിരിക്കും. അതുകൊണ്ട് അത് വിട്ട് ഓടി വിശ്വാസം, നീതി, ക്ഷമ, സൗമ്യത, സ്നേഹം എന്നിവയെ പിന്തുടർന്ന് ഒരു നല്ല ഭടന്റെ കർത്തവ്യം നിർവഹിപ്പാൻ്റെ കോണം നിനക്ക് ഇടയായി തീരണമെന്നാണ് അപ്പോസ്തലനായ പൗലോസ് തന്നെ ഉപദേശിക്കുന്നത്. തൻ്റെ കൈവെപ്പിനാൽ നിനക്ക് ലഭിച്ചിരിക്കുന്നതായ ആ വിശ്വാസത്തിൻ്റെ വീര്യത്തിൽ നിലനിന്ന് ധൈര്യമായി മുന്നോട്ട് പോകുവാനാണ് തിമോത്തിയോസിനെ പൗലോസ് ഉപദേശിക്കുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. ക്രിസ്തീയ ജീവിതത്തിലെ പരാജയങ്ങളെ കണ്ട് മനസ്സിലാക്കി ഒരിക്കലും പരാജയം ഏറ്റുവാങ്ങാതെ നല്ല ഭടനായി ക്രിസ്തുവിന് വേണ്ടി അധ്വാനിച്ച് നിലനിൽപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഓരോരുത്തരെയും ഇടയാക്കുമാറാകട്ടെ. അത് ഈ നല്ല ഭടനായി ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കുവാൻ്റെ കോണം പൗലോസ് ഉപദേശിക്കുന്നു. അനേക കഷ്ടങ്ങളാലും ഉപദ്രവങ്ങളാലും ക്രിസ്തുവിന് വേണ്ടി നിലനിൽപ്പാൻ പൗലോസിന് ഇടയായി തീർന്നു. അതാണ് തൻ്റെ അവസാന നാളുകൾ താൻ പറയുന്നത്, ഞാൻ നല്ല പോർ പൊരുതു. ഒരു ഭടനെ സംബന്ധിച്ചിടത്തോളം എതിർ സൈന്യത്തിന് മുമ്പാകെ നല്ല രീതിയിൽ പൊരുതി അവരെ പരാജയപ്പെടുത്തുവാൻ കഴിയുന്നെങ്കിൽ അവനോളം ശ്രേഷ്ഠൻ മറ്റൊരുണില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ ഇടയായിത്തീരുന്നു. നമ്മുടെ ഈ ക്രിസ്തീയ ജീവിതം ഒരു നല്ല ഭടനെ പോലെ ശത്രുവിൻ്റെ മുമ്പാകെ പൊരുത് ജയമെടുത്ത് യഥാർത്ഥമായി ദൈവസ്നേഹം വെളിപ്പെടുത്തുന്നവരായി ദൈവം ആഗ്രഹിക്കുന്നതായ നിലയിൽ കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ, വിജയകരമായ ക്രിസ്തീയ നയിപ്പാൻ ഈ ലോക ജീവിതത്തിൽ ദൈവം നമ്മെ ഇടയാക്കേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. നല്ല ഭടനായി നീ എന്നോട് കൂടെ കഷ്ടം സഹിക്കുക എന്നുള്ള തിരുവെഴുത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയതിനെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. വിശ്വാസ ജീവിതത്തിൽ തളരുന്നവരായിട്ടല്ല, ക്ഷീണിക്കുന്നവരായിട്ടല്ല, പരാജയപ്പെടുന്നവരായിട്ടല്ല, ജയിച്ചു മുന്നേറുന്ന ഒരു നല്ല ഭടനായി യുദ്ധസേവ ചെയ്യുവാൻ വരും ദിവസങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഇനിയും പാട്ട് പാടുന്നതിന് തൊട്ട് മുൻപായിട്ട് പ്രാർത്ഥനാ വിഷയങ്ങൾ ഒന്ന് ഓർപ്പിച്ചു കൊള്ളട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട തോമാച്ചായൻ, നമുക്കറിയാമല്ലോ, ഡയാലിസിസ് ചെയ്ത വളരെ വർഷങ്ങളായിട്ട് ശരീരത്തിൽ പ്രയാസമുള്ളവനായിരിക്കുന്നു. കർത്താവിനെ ഓർക്കുകയും നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ജോയ്സ് ആൻറ്റി, ശാരീരികമായ പ്രയാസങ്ങൾ കർത്താവിന്റെ ദാസിക്കുണ്ട്, വാർദ്ധക്യ സഹജമായ പ്രയാസങ്ങളുണ്ട്. കർത്താവ് വിടിവിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ കുഞ്ഞുമാമിയും തങ്കമാമിയും ഒക്കെ ശരീരത്തിൽ സുഖമില്ലാതെ പ്രയാസത്തിലായിരിക്കുന്നു. പ്രിയ ജോർജ് ബ്രദറിന്റെ ശരീരത്തിൽ സുഖമില്ലാതെ പ്രയാസത്തിലാണ്. അവർക്കൊക്കെ നല്ല ബലവും ശരീര സുഖവും ആരോഗ്യവും ഒക്കെ കർത്താവ് കൊടുക്കുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ബ്ലസി കുഞ്ഞുങ്ങളുമായി നാട്ടിൽ കടന്നുപോയ വിവരം കഴിഞ്ഞ ദിവസങ്ങൾ ഓർപ്പിച്ചിരുന്നല്ലോ. ഇപ്പോൾ ക്വാറന്റൈനിലായിരിക്കുകയാണ്. അതിനുശേഷമായി ആ പിഞ്ചു പൈതലിന്റെ തുടർ ട്രീറ്റ്മെന്റിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയ മകളെയും കുഞ്ഞിനെയും ദൈവസന്നിധിയിൽ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. അപ്പോൾ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ജെയിംസ് ബ്രദറിന്റെ ഇളയ സഹോദരി പ്രിൻസി കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചിരുന്നല്ലോ. വീണ്ടും ശരീരത്തിൽ രോഗത്തിൻ്റെ പ്രയാസങ്ങൾ വളരെ കൂടുകയും സൗദിയിൽ നിന്ന് കഴിഞ്ഞ ഞായറാഴ്ച ദിവസം രാവിലെ സമയം ഫ്ലൈറ്റിന് തിരുവനന്തപുരത്തെത്തി അവിടെ നിന്ന് എറണാകുളത്ത് ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്നു. ക്വാറന്റൈനിലാണ്. ദൈവത്തിന് സ്തോത്രം. അതിനുശേഷം മാത്രമേ
ട്രീറ്റ്മെന്റ് തുടങ്ങിയുള്ളൂ. കർത്താവിന്റെ ദാസിക്ക് പരിപൂർണമായിട്ടുള്ള സൗഖ്യവും വിടുതലും ദൈവം തമ്പുരാൻ കൊടുക്കേണ്ടതിനായിട്ട് നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം നമുക്ക് വേണ്ടി സകലവും നിവർത്തിച്ചു തരുന്നവനാണ്. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം ദൈവസന്നിധിയിൽ കണ്ണുകൾ അടച്ചാട്ട് പ്രാർത്ഥിച്ചാട്ട്. കർത്താവേ, ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. ഞങ്ങളുടെ സങ്കടങ്ങളിൽ ഞങ്ങൾക്ക് ആശ്വാസം തരുന്ന ഒരു ദൈവം ഞങ്ങൾക്കുള്ളതിനാൽ പുനഃനാമത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഞങ്ങളുടെ ജീവിത വഴികളിൽ കഴിഞ്ഞ കാലങ്ങളിൽ അനേക കഷ്ടങ്ങളിലൂടെ പ്രയാസങ്ങളിൽ ഞങ്ങൾ കടന്നുപോയിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഞങ്ങളുടെ കർത്താവ് ഞങ്ങളെ വിടുവിക്കുകയും ഞങ്ങളെ സഹായിക്കുകയും ചെയ്തതിനാൽ സ്തുതിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഒരു ശരീരത്തിൽ സുഖമില്ലാതെ കഷ്ടത്തിലായിരിക്കുന്നു. കർത്താവിനോടുകൂടെ കരുണ കാണിച്ച് സൗഖ്യവും വിടുതലും കൊടുക്കണമേ. പ്രിയപ്പെട്ട തോമാച്ചായനായി പ്രാർത്ഥിക്കുന്നു. നിന്റെ ദാസനെ മേൽ കരം വെച്ച് അനുഗ്രഹിക്കണമേ. ജോർജ് ബനായി പ്രാർത്ഥിക്കുന്നു. നിന്റെ ദാസനെ ശക്തീകരിച്ച് ബലപ്പെടുത്തണമേ. തങ്കമാമയ്ക്കായി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞമാമയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ജോയ് സൈനിക്കായി പ്രാർത്ഥിക്കുന്നു. ഇവരെല്ലാം കർത്താവ് സഹായിക്കണമേ. ബ്ലസ്സിക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഒരു ക്വാറന്റൈനിലായിരിക്കുന്നു. കർത്താവ് വിടുവിക്കണമേ. ആ പിഞ്ചു പൈതൽ അത്ഭുതകരമായ ഒരു സൗഖ്യം കർത്താവ് കൊടുക്കണമേ. കർത്താവ് വിശേഷാൽ പ്രിൻസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിന്റെ മകളെ കഴിഞ്ഞ കാലങ്ങളിൽ വിടുവിച്ചു എങ്കിലും ഇപ്പോൾ കർത്താവെ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. നിന്റെ മകളോട് കരുണ കാണിക്കണമേ. കർത്താവെ ഹോസ്പിറ്റലിൽ ക്വാറന്റൈനിലായിരിക്കുന്ന ദിവസങ്ങൾ ദൈവത്താലുള്ള ഒരു വലിയ വിടുതൽ അനുഭവിച്ച് കർത്താവിൽ സന്തോഷിപ്പാൻ ഗുണമിടയാക്കണമേ. ഞങ്ങളുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമെന്നും ഞങ്ങളുടെ ദൈവം രോഗത്തിൽ ഞങ്ങളെ വിടുവിക്കുന്നവരെന്ന് ഞങ്ങൾക്ക് അനുഭവിച്ചറിയേണ്ടതിന് നന്മയ്ക്കായി ഇതൊരു അടയാളമായി തീരേണ്ടതിന് നിന്റെ മകളുടെ മേൽ അവിടുത്തെ അദൃശ്യമാർന്ന കരം വെച്ച് സൗഖ്യമാക്കണമേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്നതിനാൽ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു പാട്ട് കൂടെ പാടി സ്വർഗീയ പിതാവിനെ നമുക്ക് ആരാധിക്കാം. നമുക്ക് ചേർന്ന് പാടാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. You're the God of this city. You're the King of this people. You're the Lord of this nation. You are. You're the light in this darkness. You're the hope to this hopeless. You're the peace to this restless. You are. There is no one like our God. There is no one like our God. Greater things are yet to come. Greater things are still to be done in this city. Greater things are yet to come. Greater things are still to be done in this city. You're the God of this city. You're the King of this people. You're the Lord of this nation. You are. You're the light in this darkness. You're the hope to this hopeless. You're the peace to this restless. You are. There is no one like our God. And there is no one like our God. Great things
no one like our God. There is no one like our God. For greater things are yet to come, greater things are still to be done in this city. Greater things are yet to come, greater things are still to be done in this city. Greater things are yet to come, greater things are still to be done in this city. Greater things are yet to come, greater things are still to be done in this city. വളരെ മനോഹരമായ പാട്ടുകൾ പാടി കർത്താവിലെ സന്തോഷം അനുഭവിക്കുവാൻ ദൈവം നമ്മളെ ഇന്ന് പകൽക്കാലം സഹായിച്ചല്ലോ. ദൈവമക്കളെ, ഒരിക്കൽ കൂടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇതുവരെയും സ്വർഗത്തിലെ ദൈവം തന്റെ അദൃശ്യമാർന്ന സാന്നിധ്യം വിട്ട് നമ്മളെ അനുഗ്രഹിച്ച് നമ്മളെ ബലപ്പെടുത്തിക്കൊണ്ടിരുന്നു. നടന്നുകൊണ്ടിരുന്ന എല്ലാ ശുശ്രൂഷകളും നമുക്ക് ഏറെ സന്തോഷവും അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിച്ചു. ഇനിയുമുള്ള അല്പമായ സമയം കൂടെ ദൈവവചന ധ്യാനത്തിനു വേണ്ടി നമ്മുടെ ഹൃദയത്തെ ദൈവത്തിന്റെ സന്നിധാനത്തിൽ നമുക്ക് ഏകാഗ്രപ്പെടുത്തിക്കൊണ്ടിരിക്കാം. എപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ ഒരു ജയിക്കുന്ന ഭടനായി മുന്നേറേണ്ടതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ആലോചനകളും ലഭിക്കുന്നത് ദൈവവചനത്തിൽ നിന്നാണ്. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം നമ്മുടെ ജീവിതത്തിൽ വലിയ പരിവർത്തനത്തിലേക്ക് നമ്മളെ വഴി നടത്തേണ്ടതിന് അതിന് തക്കതായിട്ടുള്ള ആലോചനകൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ ദാസന്മാരോട് നൽകി നമ്മളെ അനുഗ്രഹിക്കേണ്ടതിന് നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. കർത്താവിന്റെ ദാസനിലൂടെ നമ്മൾ കേൾക്കുന്ന വചനത്തെ അതുപോലെ തന്നെ അങ്ങനെ തന്നെ എന്ന് മനസ്സിലാക്കി ജീവിതത്തിൽ അത് ഏറ്റെടുക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ഇന്ന് പകൽക്കാലം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവവചന ശുശ്രൂഷയ്ക്കായി നമ്മുടെ പ്രത്യേക ആഗ്രഹവും താല്പര്യവും അനുസരിച്ച് ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥനയോടും ഒരുക്കത്തോടും കൂടെ കടന്നു വന്നിരിക്കുന്ന കർത്താവദാസൻ പാസ്റ്റർ രാജൻ കെ ജേക്കബ് അവരുടെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നല്ല സഭേര ചർച്ചിന്റെ ശുശ്രൂഷകനായ അനുഗ്രഹീതനായ ദൈവത്തിന്റെ ദാസൻ ദീർഘവർഷങ്ങൾ ഉത്തരഭാരതത്തിന്റെ പലയിടങ്ങളിൽ കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിനു വേണ്ടി ഫലകരമായ ശുശ്രൂഷകൾ നിവർത്തിപ്പാൻ ദൈവം തന്റെ ദാസനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് പകൽക്കാല കർത്താവിന്റെ ദാസനിലൂടെ നമ്മൾ കേൾക്കുന്ന ദൈവത്തിന്റെ വചനം ഏറെ അനുഗ്രഹമായി തീരേണ്ടതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. വചന ശുശ്രൂഷയ്ക്കായി കർത്താവിന്റെ ദാസനെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. പാസ്റ്റർ രാജൻ കെ ജേക്കബ്. പ്രൈസ് ഗോഡ്. കർത്താവിന്റെ പരിശുദ്ധമായ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹീത ഈ സമയത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ മീഡിയയിലൂടെ ദൈവവചനം ഷെയർ ചെയ്യുവാൻ കർത്താവ് എനിക്ക് തന്ന നല്ല സമയത്തിനായിട്ട് കർത്താവ് സ്തോത്രം ചെയ്യുന്നു. ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി എന്നെ ക്ഷണിച്ച കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ ദൈവസഭയുടെ സീനിയർ ശുശ്രൂഷകനായിരിക്കുന്ന ഞാൻ വളരെയധികം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ കെ.ഒ. സ്റ്റീഫനോടുള്ളതായിരിക്കുന്ന ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. അതോടൊപ്പം സഹ ദൈവസഭയിലുള്ളതായിരിക്കുന്ന എല്ലാ ദൈവജനത്തിനും വേഗവരുന്ന കർത്താവായ യേശുവിന്റെ ധന്യനാമത്തിൽ എന്റെ സ്നേഹ വന്ദനങ്ങൾ. ഞാൻ വളരെ വേഗത്തില് എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയിലേക്ക് ഞാൻ കടന്നു പോവുകയാണ്. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് ഒരു വാക്യം വായിക്കുവാനായിട്ട് കർത്താവിൽ ഞാൻ ശരണപ്പെടുകയാണ്.
എബ്രായ ലേഖനം അതിന്റെ 12-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. The book of Hebrew, chapter 12, verse 12. അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു, ആകയാൽ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുകയും. ഈ ലേഖനത്തിന്റെ വായനക്കാരായിരിക്കുന്ന എബ്രായ വിശ്വാസികളുടെ ആത്മീയ നിലവാരത്തെ വ്യക്തമാക്കുന്ന ഒരു വാക്യമാണ് നമ്മൾ ഈ വായിച്ച് കേട്ടതായിരിക്കുന്ന വാക്യം. തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും. ഇത് ഒരു ആലങ്കാരികമായിട്ട് പൗലോസ് പ്രയോഗിച്ചിരിക്കുന്ന പ്രയോഗമാണ്. അവർക്ക് സംഭവിച്ച ആത്മീയ ക്ഷീണത്തെ വ്യക്തമാക്കുന്ന ഒരു വാക്യം. എന്താണ് ഈ എബ്രായ വിശ്വാസികൾക്ക് സംഭവിച്ച ക്ഷീണത്തിന്റെ കാരണം? അവന് തളരാനുണ്ടായ സാഹചര്യം എന്താണ്? കർത്താവിന് സ്തോത്രം. പാലസ്തീനിലെ യഹൂദ ക്രിസ്ത്യാനികൾ അവരുടെ മതം ഉപേക്ഷിച്ച് വിട്ട് ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ റോമൻ ആധിപത്യത്തിന്റെ കീഴിൽ ക്രൈസ്തവ സഭ വളരെയധികം പീഡകൾ അനുഭവിച്ചുകൊണ്ടിരുന്ന സമയമാണ്. ആ പീഡയുടെ നടുവിലാണ് ഈ പ്രിയപ്പെട്ടവരെ കർത്താവിലേക്ക് വരുവാനിടയായി തീർന്നത്. അന്ന് നേരിട്ട പീഡകൾ ഈ യഹൂദ മതം വിട്ട് ക്രിസ്തുവിലേക്ക് വന്ന ഈ എബ്രായ ക്രിസ്ത്യാനികൾക്കും അനുഭവിക്കേണ്ടി വന്നു. ഈ എബ്രായ ലേഖന 10-ാം അധ്യായത്തിന്റെ 32 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ആ കാര്യം പരിശുദ്ധാത്മാവ് വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചു. ആ വക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നു. ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവകാലം ഓർത്തുകൊള്ളുകയും. വളരെ കഷ്ടം സഹിച്ച ഒരു പൂർവകാലം അവർക്കുണ്ടായിരുന്നു. അവിടെ ആരംഭം. പൗലോസ് ഈ ലേഖനം എഴുതുന്നതിന് മുൻപുള്ള സമയങ്ങൾ, പൗലോസ് ഈ ലേഖനം എഴുതുവാനുണ്ടായ ഒരു കാരണമെന്ന് പറയുന്നത് ഈ പാലസ്തീനിൽ നിന്ന് ഉള്ളതായിരിക്കുന്ന യഹൂദ എബ്രായ ക്രിസ്ത്യാനികൾ അവര് വിട്ടുപോന്ന മതത്തിലേക്കും ആചാരങ്ങളിലേക്കും അനുഷ്ഠാനങ്ങളിലേക്കും മടങ്ങിപ്പോകാനുള്ള ഒരു സാധ്യത അവരുടെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ അവരെ ഉറപ്പിക്കുവാനും ധൈര്യപ്പെടുത്തുവാനും വേണ്ടിയാണ് അപ്പോസ്തലനായ പൗലോസ് ഈ ലേഖനം എഴുതുവാൻ തക്കവണ്ണമിടയായി തീർന്നത്. അന്ന് ക്രിസ്തീയ മാർഗത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തീയ മാർഗത്തെ സംബന്ധിച്ചിടത്തോളം അതേ യഹൂദന്മാർക്ക് ഉള്ളതുപോലെ ഉള്ളതായിരിക്കുന്ന വലിയ ആരാധന ആലയങ്ങളോ അതേ സ്തോത്രം അങ്ങനെയുള്ളതായിരിക്കുന്ന കൂടിവരവിന് വേണ്ടുന്ന സാഹചര്യങ്ങളോ ഒന്നുമില്ല. സാധാരണക്കാരായിരിക്കുന്ന ആളുകളൊക്കെയാണ് അതേ ക്രിസ്തീയ മാർഗത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. യഹൂദ മതം തന്നെ ഈ പ്രിയപ്പെട്ടവരെയെല്ലാം ക്രിസ്തു കൽപ്പിച്ച് പുറത്താക്കി കളഞ്ഞു. അങ്ങനെ ഒത്തിരി മാനസിക പ്രയാസങ്ങൾ അവർക്ക് നേരിടേണ്ടി വന്നു. എന്നാൽ അവരാ ആദിമഘട്ടങ്ങളിൽ അവർ ഇറങ്ങിത്തിരിച്ച സമയങ്ങളിൽ വളരെ ഉറപ്പോടുകൂടി അവർക്ക് സംഭവിച്ചതായ അവർക്ക് ജീവിതത്തിൽ ഉണ്ടായതായിരിക്കുന്ന എല്ലാ കഷ്ടങ്ങളും നഷ്ടങ്ങളെയും സന്തോഷത്തോടുകൂടെ ഏറ്റെടുത്തുകൊണ്ട് വളരെ നിശ്ചയദാർഢ്യത്തോടുകൂടെ മുന്നോട്ട് പോകുവാനായിട്ട് അവർക്ക് ഇടയായി തീർന്ന ഒരു പൂർവ്വകാലം ഉണ്ടായിരുന്നു. എന്നാൽ പൗലോസ് ലേഖനം
എഴുതുന്ന സമയമായപ്പോൾ ആ ഒരു കാലഘട്ടത്തില് അവര് പുറയിലേക്ക് അത് തിരിഞ്ഞു പോകാനുള്ള ഒരു സാധ്യത അവർക്കുണ്ടായി. സ്തോത്രം. അതുകൊണ്ട് അവരുടെ പൂർവികന്മാരായ പിതാക്കന്മാരെ പോലും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പൗലോസ് അവരെ ഓർപ്പിക്കുന്ന ഒരു കാര്യം നമുക്ക് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ വായിക്കാൻ കഴിയുന്നുണ്ട്. അവിടെ ഇങ്ങനെ വായിക്കുന്നുണ്ട്, അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ, അവർ വിട്ടുപോന്നതിനെ ഓർത്തു എങ്കിൽ. അവിടെ പിതാക്കന്മാരെ കുറിച്ച് പറയുകയാണ്, ഇസ്രായേലിലെ പിതാക്കന്മാർ. അവർ വിട്ടുപോന്നതിനെ ഓർത്തിരുന്നു എങ്കിൽ അവർ മടങ്ങിപ്പോകുവാൻ ഇടവരുമായിരുന്നു. എന്നാൽ മടങ്ങിപ്പോകാൻ അവർക്ക് ഇടയാകാഞ്ഞതിന്റെ കാരണം എന്ന് പറയുന്നത്, അവർ ഏറ്റവും നല്ല ഒന്നിനെ, ഏറ്റവും ഉത്തമമായ ഒന്നിനെ അവര് മുന്നിൽ കാണുവാൻ തക്കവണ്ണമിടയായി. പിതാക്കന്മാരുടെ വിശ്വാസത്തിന്റെ അനുഭവങ്ങൾ വിവരിക്കുന്ന 11-ാം അധ്യായത്തില് സ്തോത്രം, അവരൊക്കെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനു വേണ്ടി കാത്തിരുന്നു. ഭാവി കാലത്തെ സംബന്ധിക്കുന്ന ചിന്തകള്, ഭാവി പ്രത്യാശകള്, ജീവിതത്തിന്റെ കഷ്ടതകളെ, പ്രയാസങ്ങളെ, ദുരിതങ്ങളെ, പീഡകളെ തരണം ചെയ്യുവാൻ അവരെ ബലപ്പെടുത്തുവാൻ തക്കവണ്ണമിടയായി. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ആ എബ്രായ വിശ്വാസികളുടെ തളർച്ചയും അവരുടെ ക്ഷീണവും ആത്മീയ ജീവിതത്തിന്റെ കുഴഞ്ഞ സ്ഥിതിയുമെല്ലാം മാറ്റുവാൻ വളരെ വിലപ്പെട്ട ചില പ്രായോഗിക നിർദ്ദേശങ്ങൾ പൗലോസ് കൊടുക്കുന്നുണ്ട്. തങ്ങൾ അനുഭവിച്ച പ്രയാസങ്ങൾ നിമിത്തമായി, അവർക്ക് വിശ്വാസ ജീവിതത്തിലേക്ക് വന്നത് നിമിത്തമായിട്ടുണ്ടായ നഷ്ടങ്ങളുടെ കാരണമായി, അവരുടെ സമ്പത്തുകൾ അപഹരിക്കപ്പെട്ടത്, അവരനുഭവിച്ച കഷ്ടങ്ങളും യാതനകളും, അതെല്ലാം നിമിത്തമായിട്ട് നിരവധി ആശങ്കകൾ അവരുടെ ഹൃദയത്തിലുണ്ടായി. എങ്ങനെ മുന്നോട്ട് പോകും? യഹൂദ സമൂഹം അവരെ ഒറ്റപ്പെടുത്തി. ആ മതം അവർക്ക് ഭ്രഷ്ട് കൽപ്പിച്ചു. ഇനിയും തിരിച്ച് യഹൂദ മതത്തിലേക്ക് മടങ്ങി പോകുന്നതാണ് ഉത്തമം എന്ന് ചിന്തിക്കുന്ന ഒരു നിലവാരത്തിലെത്തിയ എബ്രായ വിശ്വാസികൾ തളർന്ന് ക്ഷീണിച്ച് അവശരായി മാറിയപ്പോൾ, അവര് ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന് ചിന്തിക്കുവാൻ തുടങ്ങിയപ്പോൾ, സ്തോത്രം, അവര് വിട്ടുപോകുന്ന ഇടത്ത് എല്ലാം ഉണ്ടായിരുന്നു. ആചാരങ്ങൾ ഉണ്ടായിരുന്നു, അനുഷ്ഠാനങ്ങൾ ഉണ്ടായിരുന്നു, ദേവാലയം ഉണ്ടായിരുന്നു, അവർക്ക് പേരും പെരുമയും ഉണ്ടായിരുന്നു. അതെല്ലാം അവർക്കിപ്പോൾ നഷ്ടമായിരിക്കുകയാണ്. ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നത് നിമിത്തമായിട്ട് അവർക്ക് ഉപദ്രവമല്ലാതെ മിച്ചമൊന്നും ലഭിച്ചിട്ടില്ല. ഇങ്ങനെയുള്ള ഒത്തിരി ആശങ്കകളുടെ നടുവില്, വേദനപ്പെടുത്തുന്ന നിരാശയുടെ നടുവില് അവരെത്തിച്ചേർന്നപ്പോൾ, സ്തോത്രം, പൗലോസ് അവരോട് പറയുന്ന വളരെ വിലപ്പെട്ട ഒരു സന്ദേശമുണ്ട്. അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. അവരോട് പറയുന്നത്, നിങ്ങൾ ഈ പോരാട്ടത്തിൽ ഒറ്റയ്ക്കല്ല, ഈ പോരാട്ടത്തിൽ നിങ്ങൾ തനിച്ചല്ല. സ്തോത്രം. പലപ്പോഴും ഈ വിധത്തിലുള്ള ആശങ്കകൾ നമുക്കും ഉണ്ടാകാറുണ്ട്. ഒറ്റയ്ക്കാണല്ലോ, കൂടെ മറ്റാരുമില്ലല്ലോ എന്നൊക്കെയുള്ളതായിരിക്കുന്ന സ്തോത്ര ആശങ്കകൾ പലപ്പോഴും നമുക്കും ഉണ്ടാകാറുണ്ട്. എബ്രായ വിശ്വാസികൾക്ക് ആ വിധത്തിലുള്ള ഒറ്റപ്പെടുത്തലിന്റെ അതേ ആശങ്കകളുണ്ടായി. നഷ്ടത്തിന്റെ ധാരാളമായ കണക്കുകൾ അവർക്ക് പറയാനുണ്ട്. പക്ഷേ സ്തോത്ര, ഭൗതിക മേഖലയിൽ നേടിയത് ആയിട്ട് ഒന്നും എടുത്തു കാണിക്കുവാനില്ല. അങ്ങനെയുള്ള
നിരവധി ആശങ്കകൾ. നാളെ എന്തായിത്തീരും, അവരുടെ മാത്രമല്ല തലമുറകളുടെ ഭാവി എന്തായിത്തീരും എന്നൊക്കെയുള്ള ആശങ്കകൾ അവരെ അലട്ടിയപ്പോൾ അപ്പോസ്തലൻ അവരോട് പറയുകയാണ്, നിങ്ങൾ ഒറ്റയ്ക്കല്ല ഈ യാത്രയിൽ, നിങ്ങൾ ഒറ്റയ്ക്കല്ല ഈ പോരാട്ടത്തിൽ. നിങ്ങളോടൊപ്പം സ്തോത്രം വിശ്വാസത്തിനു വേണ്ടി പോരാടിയ, വിശ്വാസത്തിനു വേണ്ടി സധൈര്യം നിന്ന, വിശ്വാസത്തിൽ ആരംഭിച്ച് വിശ്വാസത്തിൽ മരിച്ച, അതേ സ്തോത്ര കഷ്ടതയുടെ തീച്ചൂളയിലൂടെ കടന്നുപോയ വിശുദ്ധന്മാരുടെ ഒരു വലിയ സംഘം നിങ്ങൾക്ക് ചുറ്റിലുമായി നിൽപ്പുണ്ട്. ദൈവത്തിന് സ്തോത്രം. പിതാക്കന്മാർ ചിലരൊക്കെ ദൈവത്തോട് പരാതി പറഞ്ഞത് നമ്മൾ വായിക്കുന്നുണ്ട്. പ്രവാചകനായിരുന്ന ഏലിയാവ്, അഗ്നിനാവിന്റെ പ്രവാചകനായിരുന്ന ഏലിയാവ് ഒരിക്കൽ ദൈവസന്നിധിയിൽ ഇങ്ങനെ തന്റെ സങ്കടം പറയുന്നു നമ്മൾ വായിക്കുന്നു, കർത്താവേ, ഞാൻ ഒരുവൻ മാത്രം ശേഷിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവം ഏലിയാവിന് കൊടുക്കുന്ന മറുപടി ഇങ്ങനെയാണ്, ഏലിയാവേ, നീ ഒരുവനല്ല, നീ അറിയാത്ത ഒരു സമൂഹം നിന്റെ പിന്നിലുണ്ട്. നീ അവരെ കാണുന്നില്ല, പക്ഷേ സ്തോത്രം, നീ അറിയാത്ത 7000 പേരെ ഞാൻ എനിക്കായി സൂക്ഷിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ഈ എബ്രായ വിശ്വാസികൾക്ക് പ്രചോദനം വരുത്തുവാനായിട്ട്, അവർക്ക് ഉത്സാഹം നൽകുവാനായിട്ട്, അവരുടെ തളർന്ന കൈകളെ, കുഴഞ്ഞ മുഴങ്കാലുകളെ ബലപ്പെടുത്തുവാൻ പൗലോസ് പറയുകയാണ്, നിങ്ങൾക്ക് ചുറ്റിലുമായി സാക്ഷികളുടെ ഒരു വലിയ സമൂഹം നിൽപ്പുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ ഭാരവും പേറിക്കൊണ്ട് ഇനി നിങ്ങൾ ഓടണ്ട. ഒത്തിരി ഭാരങ്ങള്, ഒത്തിരി ആകുല ചിന്തകള്, നാളെക്കുറിച്ചുള്ള നിരവധി വിചാരങ്ങള്, സ്തോത്ര, ഇങ്ങനെയുള്ള ഭാരങ്ങള് ഈ യാത്രയ്ക്ക്, ഈ ഓട്ടത്തിന് ഒരു തടസ്സമായി തീരുമെന്നുള്ളതിനാൽ അപ്പോസ്തലൻ അവരെ ഓർപ്പിക്കുന്നത്, സ്തോത്ര, നിങ്ങളുടെ ഈ ഭാരങ്ങളെല്ലാം നിങ്ങൾ മാറ്റിക്കളയണം. ഈ ഭാരം വഹിച്ചുകൊണ്ട് നിങ്ങൾ സ്തോത്രം യാത്ര ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നിങ്ങളുടെ ഓട്ടത്തെ സാരമായി ബാധിക്കും. നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഈ ഭാരങ്ങൾ നിങ്ങൾക്കൊരു തടസ്സമായി തീരും. അതുകൊണ്ട് നിങ്ങൾ ഈ സകല ഭാരങ്ങളും വിട്ടുകളയണം. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് വിട്ടുകളഞ്ഞ കാര്യങ്ങളുടെ ഒരു പട്ടിക നിരത്തി വയ്ക്കുന്നുണ്ട്. അത് ഒന്നും അതിൽ തന്നെ പാപമല്ലായിരുന്നു. ഫിലിപ്പിയ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അതിന് 3-ാം അധ്യായത്തില് ജഡപ്രകാരം മറ്റ് സകലരെക്കാളും പ്രശംസിക്കുവാൻ ധാരാളം ഉണ്ടായിരുന്ന പൗലോസ് അവരോട് പറയുന്നത്, കർത്താവ് നിമിത്തം എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ഛേദമെന്നെണ്ണിയിരിക്കുന്നു എന്നാണ്. തനിക്ക് പാപമായിരുന്ന കാര്യങ്ങളല്ല, ലാഭമായിരുന്ന കാര്യങ്ങൾ. യഹൂദ മതത്തിൽ പൗലോസിനുണ്ടായിരുന്ന സ്ഥാനം, പദവികള്, തന്റെ പേര്, പെരുമ, ഇതെല്ലാം അതിൽ തന്നെ ഒരു പാവമല്ല. പക്ഷേ ക്രിസ്തീയ ജീവിതം വിജയകരമായി തികയ്ക്കുവാൻ, ഓടിത്തികയ്ക്കുവാൻ, ക്രിസ്തുവിനെ നേടുവാൻ, ക്രിസ്തുവിൽ ഇരിക്കേണ്ടതിന്, ക്രിസ്തുവിൽ വളരേണ്ടതിന്, ക്രിസ്തുവിൽ മുന്നേറേണ്ടതിന് ദൈവത്തിന് സ്തോത്രം തടസ്സമായി ഇതെല്ലാം മാറും എന്ന് മനസ്സിലാക്കിയ ആ ഭക്തൻ പറയുകയാണ്, എനിക്ക് ലാഭമായിരുന്നതിനെയെല്ലാം ഞാൻ ഛേദമെന്ന് എണ്ണുന്നു. അതിനെല്ലാം പുറയിലേക്ക് താൻ തള്ളിക്കളയുന്നു എന്നാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്തോത്രം. ആശങ്കകൾ മാറ്റണം. ക്രിസ്തീയ ജീവിതം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ആശങ്കകളെല്ലാം മാറ്റണം. പൗലോസ് പറയുന്നത്, നിങ്ങൾ ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ചുറ്റിലുമായി സാക്ഷികളുടെ ഒരു വലിയ സമൂഹമുണ്ട്. മറ്റൊരു കാര്യം പറയുന്നത്,
അത് ഈ യാത്രയിൽ നിങ്ങൾ ക്ഷീണിക്കാതിരിക്കണമെങ്കിൽ, നിങ്ങൾ തളരാതിരിക്കണമെങ്കിൽ നിങ്ങൾ നോക്കേണ്ടിയത് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ മാത്രമായിരിക്കണം. യേശുവിനെ നോക്കാനുള്ള നിർദ്ദേശങ്ങൾ ഈ എബ്രായ ലേഖനത്തിൽ പോലും ആവർത്തിച്ച് പ്രസ്താവിക്കുന്നുണ്ട്. 3-ാം അധ്യായത്തില് നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിന്റെ സ്തോത്രം, കർത്താവിനെ ശ്രദ്ധിച്ചു നോക്കുവാനായിട്ട് അവരോട് ആവശ്യപ്പെടുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ആ ജീവിതം സ്തോത്ര സന്തോഷകരമായിട്ട് അവൻ ലക്ഷ്യപ്രാപ്തിയിൽ എത്താൻ കഴിയണമെങ്കിൽ സ്തോത്ര അവർക്ക് മുന്നിൽ ഓടി തികച്ച വിശ്വാസ വീരന്മാരുണ്ട്. അവരെയല്ല നോക്കേണ്ടിയത്, അവരെല്ലാം പ്രചോദനമാണ്. പക്ഷേ നോക്കേണ്ടിയത് കേവലം ഒരാളിനെ മാത്രം, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു. മാത്രമല്ല ഒന്നുകൂടെ പൗലോസ് ആവർത്തിക്കുന്നുണ്ട്, സ്തോത്രം, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവീൻ. അതേ സ്തോത്രം, നിങ്ങൾ തളർച്ച മാറുവാൻ, നിങ്ങളുടെ ആശങ്കകൾ മാറുവാൻ, നിങ്ങളുടെ കുഴഞ്ഞ സ്ഥിതികൾ മാറുവാൻ, കുഴഞ്ഞ അതേ സ്തോത്രം മുഴങ്കാലുകൾ നിവരുവാൻ, തളർന്ന കൈകൾക്ക് ബലമുണ്ടാകുവാൻ കർത്താവിനെ നിങ്ങൾ ധ്യാനിക്കുക. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ ആശങ്കകൾ നടുവിലായിരിക്കാം ഒരുപക്ഷെ ആയിരിക്കുന്നത്. ധാരാളം അതേ സ്തോത്ര പ്രതിസന്ധികൾ നിങ്ങളുടെ മുന്നിൽ കാണുന്നുണ്ടാകാം. കോവിഡ് നിമിത്തമായിട്ട് ഒറ്റപ്പെട്ടും ആശങ്കയോടും കഴിയുന്ന നിരവധി പ്രിയപ്പെട്ടവരുണ്ട്. സ്തോത്ര, ഇന്ന് പകല് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ ഓർപ്പിക്കുന്ന സന്ദേശം, നിങ്ങൾ ഈ യാത്രയിൽ ഒറ്റയ്ക്കല്ല. അതേ, ഓടി തികച്ച ധാരാളം വിശുദ്ധന്മാർ പിന്നണിയിൽ നിൽപ്പുണ്ട്. അവരെല്ലാം നമുക്ക് പ്രചോദനമാണ്. ക്രിസ്തുവിനെ നോക്കുക, ക്രിസ്തുവിനെ ലക്ഷ്യമാക്കുക, കർത്താവിൽ മാത്രം ആശ്രയിക്കുക. യാത്രയെ നമുക്ക് വിജയകരമാക്കി മാറ്റുവാൻ, തളർന്ന സ്ഥിതികൾ മാറി വിജയകരമായ ക്രിസ്ത്യ ജീവിതം അതേ സമാപ്തിയിലേക്ക് എത്തിക്കുവാൻ നമുക്കിടയായി തീരും. അതിനായി വലിയവനായ ദൈവം സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഈ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കുന്നു. സർവോന്നതനായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കേണ്ട അവസരം ഒരുക്കിയ കർത്താവിന്റെ ദാസൻ മാസ്റ്റർ കെ സ്റ്റീഫനോടും അതേ ദൈവസഭയോടുമുള്ള നന്ദിയെ അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു പാട്ട് കൂടി പാടി കർത്താവിന്റെ വലിയ നാമത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. കർത്താവിന്റെ വലിയ നാമം നമ്മളിലൂടെ മഹിമപ്പെടട്ടെ. അതിനുശേഷമായി ബ്രദർ ക്രിസ്റ്റി പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥനയോടുകൂടെ നമ്മുടെ സഭായോഗം അവസാനിക്കുകയും ചെയ്യുന്നതാണ്. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ശീലഗുണമുള്ള സ്നേഹസ്വരൂപൻ ആകാശമേഘത്തിലെഴുന്നള്ളി വരുവേ. ശീലഗുണമുള്ള സ്നേഹസ്വരൂപൻ ആകാശമേഘത്തിലെഴുന്നള്ളി വരുവേ. സിയോനെ നീയുണർന്നെഴുന്നേൽക്കുക, ശാലേ രാജനിത വരുവാനായി. സിയോനെ നീയുണർന്നെഴുന്നേൽക്കുക, ശാലേ രാജനിത വരുവാനായി. പകലുള്ള കാലങ്ങളണഞ്ഞണഞ്ഞു കൂരിരുൾ നാളുകൾ അടുത്തടുത്തേ. പകലുള്ള കാലങ്ങളണഞ്ഞണഞ്ഞു കൂരിരുൾ നാളുകൾ അടുത്തടുത്തേ. കെടുതിയ ജീവിതം പുതുക്കി നിന്നേടുകി ഉടലോടമീയനെതിരെ പണ്ടോകാം. കെടുതിയ ജീവിതം പുതുക്കി നിന്നേടുകി ഉടലോടമീയനെതിരെ പണ്ടോകാം. സിയോനെ നീയുണർന്നെഴുന്നേൽക്കുക, ശാലേ രാജനിത വരുവാനായി. സിയോനെ നീയുണർന്നെഴുന്നേൽക്കുക, ശാലേ രാജനിത വരുവാനായി. കഷ്ടതയില്ലാത്ത നാടു വന്നടുത്ത് ക്രിസ്തീയ ജീവിതം ചെയ്തിടമേ.
കഷ്ടതയില്ലാത്ത നാളുവന്നടുത്തെ ക്രിസ്തീയ ജീവിതം ചെയ്തിടമേ. ദുഷ്ടലോകത്തെ വെറുത്തുവിട്ടിടുകിൽ ഇഷ്ടമോടേശുവിൻ കൂടെ വസിക്കാം. ദുഷ്ടലോകത്തെ വെറുത്തുവിട്ടിടുകിൽ ഇഷ്ടമോടേശുവിൻ കൂടെ വസിക്കാം. നീയോനെ നീയുണർന്നെഴുന്നേൽക്കുക ശാലേ യാതനിത വരുവാനാ. നീയോനെ നീയുണർന്നെഴുന്നേൽക്കുക ശാലേ യാതനിത വരുവാനാ. അന്ധതയില്ലാത്ത നാളുവന്നടുത്തെ സ്വാതല ജീവിതം ചെയ്തിടമേ. അന്ധതയില്ലാത്ത നാളുവന്നടുത്തെ സ്വാതല ജീവിതം ചെയ്തിടമേ. അന്ധകാര പ്രഭു വെളിപ്പെടും മുൻപേ സന്തോഷമാർഗത്തിൽ ഗമിച്ചിടുമേന. അന്ധകാര പ്രഭു വെളിപ്പെടും മുൻപേ സന്തോഷമാർഗത്തിൽ ഗമിച്ചിടുമേന. നീയോനെ നീയുണർന്നെഴുന്നേൽക്കുക ശാലേ യാതനിത വരുവാനാ. നീയോനെ നീയുണർന്നെഴുന്നേൽക്കുക ശാലേ യാതനിത വരുവാനാ. ശീലഗുണമുള്ള സ്നേഹസ്വരൂപൻ ആകാശമേഘത്തിൽ എഴുന്നള്ളി വരുമേ. ശീലഗുണമുള്ള സ്നേഹസ്വരൂപൻ ആകാശമേഘത്തിൽ എഴുന്നള്ളി വരുമേ. നീയോനെ നീയുണർന്നെഴുന്നേൽക്കുക ശാലേ യാതനിത വരുവാനാ. നീയോനെ നീയുണർന്നെഴുന്നേൽക്കുക ശാലേ യാതനിത വരുവാനാ. നീയോനെ നീയുണർന്നെഴുന്നേൽക്കുക ശാലേ യാതനിത വരുവാനാ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമോ സ്വർഗസ്ഥനായ നല്ല പിതാവേ, അനുഗ്രഹീത നല്ല ദിവസത്തിനായി ഞങ്ങൾ സ്തോത്രം നിന്ന് സ്തുതിക്കുന്നു കർത്താവേ. പ്രത്യേകാൽ ഈ ഓൺലൈൻ മീറ്റിങ്ങിൻ്റെ ഓളം അനുവദിച്ചു കർത്താവേ. തിരുപ്പാതവിടത്തിൽ വന്ന് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ നിന്ന കൃപയ്ക്കായ സ്തോത്രം കർത്താവെ. ഇന്നത്തെ ദിവസത്തെ ഓൺലൈൻ മീറ്റിംഗ് ആരംഭിച്ച മുതൽ ഇത്രത്തോളം സമയം അവിടുത്തെ കരുണയും കൃപയും കൂടെ ഇരുന്ന ദയക്കായി സ്തോത്രം. ശുശ്രൂഷിപ്പാൻ അവിടുത്തെ അഭിഷക്ത ദാസന്മാരെ ഉപയോഗിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവെ, സ്റ്റീഫൻ പാസ്റ്ററിനായി കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അവിടുത്തെ ദാസനെ കൂടെ ചെയ്യപ്പെടുന്ന എല്ലാ സൂക്ഷകളും അത് ദൈവനാമത്തിന്റെ മഹത്വമായി തീരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഫോണിൽ കൂടെയൊക്കെ വിളിച്ച് ബന്ധപ്പെടുന്നത് കർത്താവെ, ഹല്ലേലൂയ, സംസാരിക്കുന്ന ദൈവത്തിന്റെ വചനം അടിയങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഹല്ലേലൂയ, അതെല്ലാം ദൈവനാമത്തിന്റെ മഹത്വമായി തീരണമേ. ആമേൻ. വചനങ്ങളെല്ലാം ഫലവത്തായി തീരുവാൻ തക്കോണം ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവ പ്രകാരം വീണ്ടും നിന്റെ ദാസൻ അടിയങ്ങളുടെ സഭയുള്ള ബന്ധത്തിൽ സൂക്ഷിലായിരിക്കുമ്പോൾ കർത്താവെ, ഹല്ലേലൂയ, വരുന്ന നാളുകളിൽ വലിയ വിടുതൽ കാണുവാൻ, ആമേൻ, പുതിയ പുതിയ സ്നാനങ്ങളൊക്കെ നടക്കുവാൻ ഇടയാകണമേ. മാത്രമല്ല ഈ ഓൺലൈൻ മീറ്റിംഗ് തന്നെ ഒരു അനുഗ്രഹമായെന്ന് പറയത്തക്കോളം എൻ്റെ കർത്താവ് കൃപ ചെയ്യണമേ. ശുശ്രൂഷിപ്പാൻ മറ്റ് ദേവദാസന്മാരെ ഉപയോഗിച്ച കൃപയ്ക്കായി സ്തോത്രം കർത്താവെ. പ്രാർത്ഥിപ്പാൻ കുഞ്ഞുങ്ങളെ ഉപയോഗിച്ച കൃപയ്ക്കായി സ്തോത്രം കർത്താവെ. ഗാനം ലീഡ് ചെയ്യാനും ആമീൻ നന്നായി ആലപിപ്പാൻ വളരെ അർത്ഥമുള്ള മലയാളത്തിൽ വളരെ അർത്ഥമുള്ള കർത്താവിന്റെ സ്തുതിയുടെ പാട്ടുകൾ പാടുവാൻ ഈ ഓൺലൈൻ മീറ്റിംഗിന്റെ തുടക്കം മുതൽ പ്രിയ ജെയിംസാനെയും കുടുംബത്തെ ദൈവം ഉപയോഗിച്ചല്ലോ കർത്താവെ. നന്നായി കോർഡിനേറ്റ് ചെയ്യാനും ഈ വീഡിയോസ് ഓരോന്നും കർത്താവെ ആമീൻ നന്നായി കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് അത് ശരിക്ക് കർത്താവെ ആമീൻ ആ യൂട്യൂബ് പ്രീമിയറിൽ അറേഞ്ച് ചെയ്യത്തക്കോണം പ്രിയ പൈതലിനെ ദൈവം ഉപയോഗിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഓൺലൈനിൽ കർത്താവെ കേൾക്കുന്ന ഓരോരുത്തർക്കും അനുഗ്രഹത്തിന് കാരണമാകണമേ. കേൾക്കാൻ കഴിയാതെ ജോലി സ്ഥലങ്ങളിലും കർത്താവെ ആമീൻ മറ്റു കാര്യങ്ങളിലായിരിക്കുന്നവരെ ഒക്കെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ആരെങ്കിലും വേദനയോടെ വിഷമത്തോടെ ആയിരിക്കുന്നെങ്കിൽ
എങ്കിൽ അടിപ്പിണുള്ള അവിടുത്തെ വചനം സൗഖ്യമാക്കണമേ. അവിടുത്തെ വിടുതലിന്റെ വചനം കർത്താവേ, ജീവനും ചൈതന്യമുള്ള വചനം അനേകരുടെ രൂപാന്തരത്തിന് കാരണമായി തീരണമേ, വിടുതലിന് കാരണമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ചില മാസങ്ങളായി ഇങ്ങനെ ഓൺലൈൻ മീറ്റിംഗുമായി അടിയങ്ങൾ തുടരുകയാണ്. എത്രമേ ഒന്നിച്ചിരുന്ന് ആരാധിപ്പാൻ കർത്താവെ, ക്ഷമിപ്പാനും സഹിപ്പാനുള്ള കൃപ തരണമേ. ഒന്നിച്ച് വന്ന് ആരാധിപ്പാൻ കഴിഞ്ഞ കാലത്തേക്കാൾ നല്ലൊരു ആമേൻ വിടുതലിന്റെ സൂചനയിലേക്ക്, വിടുതലിന്റെ ആരാധനയെ കണ്ടത്തേക്കാൾ ഇരട്ടി ശക്തിയോടുള്ള ഒരു അത്ഭുത ആരാധനയിലേക്ക് വളരെ വ്യത്യാസമുള്ള വളരെ ചൈതന്യമുള്ള വിടുതലിന്റെ ആരാധനയിലേക്ക് അടയങ്ങളെ വരും ദിനങ്ങളിൽ നയിക്കണമേ. ബോംബെ പട്ടണത്തെ പ്രത്യേകം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. हालेलुया प्रभु जी, हम धन्यवाद करते हैं वचन सुने हुए हर एक को आशीष का कारण बनाए प्रभु जी. जो भी जरूरतमंद है प्रभु, आपका वचन भेजकर उन्हें चंगाई करे प्रभु. हालेलुया, आपका बहुमूल्य नाम महिमा पाए प्रभु जी. आमीन. वचन सुने हुए हर एक के जीवन में आशीष का कारण बनाए प्रभु जी. हालेलुया, हम धन्यवाद करते हैं प्रभु जी. हम आपके नाम को ऊंचा उठाते हैं प्रभु जी. हालेलुया, हम धन्यवाद करते हैं प्रभु जी. तेरे अलावा हमारा कोई भरोसा नहीं है प्रभु, हमारा कोई आसरा नहीं है प्रभु. हमारे सारों के आंखें हम पर्वत की ओर ऊंचा उठाते हैं, आपकी तरफ. हालेलुया, हमारी आंखें लगी हुई है प्रभु. हमें तो उत्तर दे प्रभु, हमें तो शक्ति और सामर्थ्य से भर दे प्रभु जी. कोई भी किसी प्रकार की आमीन प्रेज़ द लॉर्ड समस्या से गुजर रहे हैं प्रभु जी, विशेष तौर पर अपने विवाह के लिए, ये विशेष तौर पर एक नया घर के लिए, विशेष तौर पर जो भी जरूरत है प्रभु आपके चरणों में रखे हुए इन दिनों में तो अद्भुत चमत्कार करेंगे. धन्यवाद प्रभु जी. आमीन. एयरपोर्ट का परिसर, आमीन, उस आजू बाजू जगहों से और भी लोग प्रभु कलीसिया में आने के लिए प्रभु आप मौका दे प्रभु जी. आमीन. दानी लंगल परिवार के लिए हम प्रार्थना करते हैं, जो इस आने के लिए हम प्रार्थना करते हैं प्रभु जी. आमीन. प्रेज़ थॉमस संघ के लिए हम प्रार्थना करते हैं प्रभु जी. हमारे चर्च में प्रभु जी बुजुर्ग लोग सारों के लिए हम प्रार्थना करते हैं प्रभु. उनको अच्छे तंदुरुस्ती दे प्रभु, अच्छा आरोग्य दे प्रभु जी. दुनिया के विभिन्न कोण में हमारे कलीसिया से जुड़े हुए हर एक व्यक्ति लोगों को हम धन्यवाद करते हैं. पिछले सालों में सेवा किए हमारे प्रभु दासों ने धन्यवाद प्रभु जी. और प्रत्येक हमारा उस आमीन चर्च का जो बिल्डिंग है प्रभु, उसको रख के आमीन छाप में आप संभाले प्रभु जी. कोई भी दुष्ट उसकी तरफ वो आंख ही उठा ना पाए प्रभु जी. रक्त से उसे ढापे प्रभु जी. आमीन. प्रेज़ द लॉर्ड. और भी बड़े उत्साह के साथ आज का आराधना करने के लिए हमें मदद करे प्रभु जी. हालेलुया. प्रेज़ द लॉर्ड. കർത്താവേ, കുവൈറ്റിൽ അടി പ്രാർത്ഥിപ്പാനും ഇതിൽ സഹായിപ്പാനും ഇത്രത്തോളം കൃപ ചെയ്തല്ലോ കർത്താവേ. നീ എല്ലാം ഞങ്ങൾക്ക് ആശ്രയിപ്പാൻ ആരുമില്ല കർത്താവേ. പ്രൈസ് ദി ലോർഡ്. അടിയങ്ങളുടെ മാതാപിതാക്കളും സഹോദരനും വിവിധ സ്ഥലങ്ങളായിരുന്നവരെയും കാത്തുകൊള്ളണേ കർത്താവേ. നീ എല്ലാം ഞങ്ങൾക്ക് ആശ്രയം ആരുമില്ല കർത്താവേ. ഓൺലൈൻ ആരാധനയെ സംബന്ധിച്ചൊന്നും റെക്കോർഡ് ചെയ്യുന്നത് മാത്രമല്ല കർത്താവേ, അതിനുപരി അടിയങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്ന സ്ഥലത്ത് ആത്മാർത്ഥമായ പേഴ്സണൽ പ്രേയറിലും കുടുംബ പ്രാർത്ഥനയിലും ഒക്കെ ഞങ്ങളെ സമർപ്പിച്ച് വിടുതൽ പ്രാപിക്കുന്നവരായി ആ ജീവിക്കുന്ന കർത്താവിന്റെ ആ ജീവനുള്ള അനുഭവം, ആ രക്തത്തുടിപ്പ്, അതിനോട് കർത്താവെ ബന്ധപ്പെട്ട് വളരെ ഞങ്ങളെ കൊണ്ട് കർത്താവ് വരുന്ന ദിനങ്ങളിൽ കർത്താവ് ആഗ്രഹിക്കുന്ന അളവിലേക്ക് ഒഴുകാൻ കൃപ ചെയ്യണമേ കർത്താവെ. ഹല്ലേലൂയ. ഒന്നുകൂടെ ഒന്ന് കഴികൾ പ്രാപിച്ച് ഒന്നുകൂടെ ഒന്ന് പുതുതായി സമർപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ കൃപ ചെയ്യണമേ കർത്താവെ. പ്രത്യേകിച്ച് ബോംബെ പട്ടണത്തെ ഒരു പ്രാവശ്യം കൂടെ ഏൽപ്പിക്കുന്നു. ആണിപ്പള്ള കാലം തോണ മുഖ്യമന്ത്രി പ്രാർത്ഥിപ്പാൻ പറഞ്ഞിരിക്കുന്നത് അത് വിടുതലിന് കാരണമാണ് കർത്താവെ. ആമീൻ. വല്ലാതെ പെരുകയാണ് ഇന്ത്യ മുഴുവൻ കർത്താവെ. രക്ഷിക്കണമേ. യേശുവിന്റെ സൗഖ്യത്തിന്റെ കാലം ദേശം വ്യാപരിച്ചാട്ട് കർത്താവെ. ഇത്രത്തോളം പ്രാർത്ഥിപ്പാനും എല്ലാം സഹരിപ്പാനും എല്ലാവർക്കും കൃപ ചെയ്തല്ലോ കർത്താവെ. സർവമാനമഹത്വം എന്റെ കർത്താവിന് അർപ്പിക്കുകയാണപ്പാ. സർവമഹത്വം കർത്താവിന് അർപ്പിക്കുകയാണ്. നന്ദിയോട് സ്തുതിക്കുന്നു കർത്താവെ. നന്ദിയോട് പൊന്നുനാമത്തെ ഉയർത്തുന്നു കർത്താവെ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. കർത്താവെ നന്ദി. യേശുവേ നന്ദി അപ്പാ. നന്ദി. ഇതുവരെ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്തതിനാൽ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും നമ്മളെ ആശ്വസിപ്പിച്ച് ദിനതോറും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായിട്ടുള്ള കൂട്ടായ്മയും കാവലും നാം എല്ലാവരോടും നമ്മൾ ഓർത്ത് പ്രാർത്ഥിച്ച സകല കാര്യത്തിനു മേലും ഭൂമിയിലുള്ള സകല വിശുദ്ധന്മാരോടും കൂടെ ഇപ്പോഴും എപ്പോഴും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിനെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ. അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ. 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 ആമേൻ. കർത്താവായ യേശുവേ വരണമേ. ആമേൻ. 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 നിങ്ങൾക്കെല്ലാവർക്കും വന്ദനം. ദൈവം നിങ്ങളെല്ലാവരും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ.